2021 വലിയ രീതിയിലുള്ള ഇടതു തരംഗത്തിനിടയിലും കോൺഗ്രസ് നേതൃത്വത്തിന് ആശ്വസിക്കാൻ കഴിയുന്ന വിജയമായിരുന്നു എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നത്. ജില്ലയിലെ 14 സീറ്റുകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഒട്ടുമുക്ക സീറ്റുകളും ജയിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ CPIM അവിടെയും 5 മണ്ഡലങ്ങൾ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല. വൈപ്പിനും അതുപോലെ കൊച്ചിയും ഒക്കെ ഇടത് കോട്ടകളാക്കി മാറ്റാൻ CPIM കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ തന്നെ തുടരുകയാണ്. എന്നാൽ ലീഗിൻ്റെ കയ്യിൽ നിന്നും കളമശ്ശേരി എന്ന അവരുടെ സിറ്റിംഗ് സീറ്റ് ഇപ്പോഴത്തെ നിലവിലെ വ്യവസായ മന്ത്രിയായ ടി രാജീവ് പിടിച്ചെടുത്തത് 15,000-ഓളം വോട്ടുകൾക്കാണ്. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടം വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പാലക്കാട് SFIയും അതുപോലെ CPIMൻ്റെ പോഷക സംഘടനയും ഒക്കെ മാങ്കൂട്ടത്തിനെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോഴിതാ വൈപ്പിൻ MLA ആയിട്ടുള്ള KN ഉണ്ണികൃഷ്ണനെതിരെയുള്ള ലൈംഗിക ആരോപണം അതിശക്തമായി നിലനിൽക്കുകയാണ്. നമുക്കറിയാം, മുതിർന്ന മാധ്യമപ്രവർത്തകനായ KN ഷാജഹാൻ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞ കാര്യങ്ങൾ കേരള മനസ്സാക്ഷിയെ തന്നെ പിടിച്ചു കുലുക്കുകയാണ്. കാരണം അദ്ദേഹം എറണാകുളം ജില്ലയിലുള്ള ഒരു പ്രമുഖ CPIM വനിതാ നേതാവിൻ്റെ വീട്ടിൽ വന്നതും അതിനുശേഷം ഭർത്താവ്, അതായത് ഈ CPIM നേതാവ്, വനിതാ നേതാവിൻ്റെ ഭർത്താവ് രാവിലെ വീട് വിട്ട് ഇറങ്ങുമ്പോൾ വൈകുന്നേരം വരികയുള്ളൂ, ഉച്ചയ്ക്ക് വരത്തില്ല എന്ന കാര്യം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് പ്രസ്താവനയിൽ പറയുന്നത്. അതായത് ആ MLA ഈ പറയുന്ന പ്രമുഖ CPIM നേതാവ് വനിതാ നേതാവിൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ച് അവിടെ ഇരുന്ന് സംഭാഷണം നടത്തുകയും ഈ പറയുന്ന ഇവരുടെ ഭർത്താവ് വീട്ടിലേക്ക് പെട്ടെന്ന് ഉച്ചയ്ക്ക് തന്നെ വരികയും അയാൾ സ്പെയർ താക്കോല് കൊണ്ട് വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അകത്തു നിന്ന് കുറ്റിയിട്ടിരിക്കുന്നു. എത്രയൊക്കെ മുട്ടി തുറക്കാൻ ശ്രമിച്ച് റിങ് അടുപ്പിച്ചിട്ടും ഒന്നും ഒരു രീതിയിലും മറുപടിയില്ല. തുടർന്ന് പരിഭ്രാന്തനായി ഇദ്ദേഹം നാട്ടുകാരെ വിളിച്ചു കൂട്ടി ബലം പ്രയോഗിച്ച് തുറക്കുന്നു. അതിനുശേഷം കണ്ടത് KN ഉണ്ണികൃഷ്ണൻ എന്ന നേതാവും ഈ പറയുന്ന വനിതാ നേതാവും അവിടെ വീട്ടിനകത്തുണ്ടായിരുന്നു എന്ന രീതിയിലാണ്. ഏതായാലും KN ഷാജഹാൻ്റെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ CPIM ഇപ്പോൾ ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ സദാചാരവുമായി വന്നിരുന്ന സൈബർ സഹാക്കൾ ആകെപ്പാടെ അന്തം വിട്ട് വാലും ചുരുട്ടിയിരിക്കുന്ന സാഹചര്യമാണ്. CPIMൻ്റെ രീതികളെക്കുറിച്ച് KN ഷാജഹാൻ പണ്ടുമുതലേ പറയുന്നത്, CPIM കോടതിയിലല്ല പ്രശ്നങ്ങൾ തീർക്കുക, CPIMൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ആഭ്യന്തര ജുഡീഷ്യൽ എൻക്വയറി രീതിയിൽ അവരുടെ കുറേ സഹാക്കളാണ് വരുന്നത്. പല സഹാക്കളുടെയും തീവ്രത അളക്കാൻ ശ്രീമതി ടീച്ചറെ പോലുള്ളവരെയാണ് അവർ ചുമതലപ്പെടുത്തുന്നത്, AK ബാലനെ പോലുള്ളവരെയാണ് ചുമതലപ്പെടുത്തുന്നത്. തീവ്രത അളക്കുന്ന സ്കെയിലുണ്ട് എന്ന രീതിയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പരിഹാസം നിറഞ്ഞ പല വാർത്തകളും വരാറുണ്ട്. എന്തായാലും തീവ്രത അളക്കുന്ന രീതിയിലേക്ക് ഈ കാര്യവും പോകുമോ? ഇവർ പരസ്പരം ഏത് രീതിയിലുള്ള ഒരു ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷ വലിയ തോതിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയം ഇവർക്ക് പരിചയമുള്ളൊരു കോൺഗ്രസ് നേതാവ് ഇടപെട്ട് പരിഹരിച്ചു എന്നൊക്കെയാണ് പിന്നീട് വാർത്ത വന്നത്. അതല്ല, CPIMൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഉന്നത നേതാക്കൾ ഇടപെട്ട് പാർട്ടിക്കുള്ളിലെ വിഷയമാണ്, ഇത് നാറ്റ കേസാക്കരുത്, ഇത് MLAയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്ന വിഷയമാണ്, ഇദ്ദേഹത്തിൻ്റെ ഈ രഹസ്യ പിന്നാമ്പുറ കഥകൾ നാട്ടുകാരറിഞ്ഞാൽ CPIMൻ്റെ ആ സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ പരിഗണിച്ച് തന്നെ ഇത് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ, പാർട്ടിക്കകത്ത് പറഞ്ഞു തീർക്കാം, പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പറഞ്ഞു തീർക്കാം. ചില രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വരുന്നത് ഭർത്താവ് ചെയ്തത് ഒരു വലിയ ഗുരുതരമായ കൃത്യവിലോപമാണ്. കാരണം ഭർത്താവ് വൈകുന്നേരം വരുമെന്നേ പറഞ്ഞിട്ടുള്ളായിരുന്നു, ഉച്ചയ്ക്ക് വന്നത്, അസമയത്ത് വന്നത് ശരിയായില്ല. ഇങ്ങനെയൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ട്രോളുകളും നിറഞ്ഞു നിൽക്കുകയാണ്.